ഹലോ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ടൈറ്റിലൊക്കെ കണ്ടപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്ട്രോബെറീസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. കണ്ടോ, സ്ട്രോബെറി ഒക്കെയുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു തീമിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ടേബിളിൻ്റെ സൈഡിലായിട്ട് വെക്കാമെന്ന്. ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാനുള്ള ഐഡിയ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പിൻട്രസ്റ്റിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്ട്രോബെറീസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ സ്ട്രോബെറി തീം വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിച്ചു. പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ജേർണലിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെൻ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തത്. ഇതെങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് വേണ്ട പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ക്യാൻവയിൽ കസ്റ്റം സൈസിൽ A4 സൈസ് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് PDF പ്രിൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഈ ഡൗൺലോഡ് ചെയ്ത സംഭവം നമ്മൾ ഏതെങ്കിലും ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഷോപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ട് A4 കളർ പ്രിൻ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാനുള്ള ഐഡിയ എനിക്കൊരു ദിവസം രാത്രിയാണ് കിട്ടിയത്. അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ പുറത്ത് പോയിട്ട് ഇങ്ങനൊരു സ്ട്രോബെറീൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. അത്ര ഫ്രഷ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. എനിക്ക് സ്ട്രോബെറീസ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ലൈക്ക് കാണാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ എനിക്ക് അത്ര എൻ്റെ ഫേവറേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഷോപ്പിൽ ഇത് കണ്ടാലും എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെങ്കിലും എനിക്കിത് വാങ്ങിക്കാനും ഇങ്ങനെ നോക്കാനും പിക്ചേഴ്സ് എടുക്കാനും അതൊക്കെ എനിക്ക് ഒരു ഇതാണ്. നമുക്കിനി എന്തായാലും വാങ്ങിച്ച സ്ട്രോബെറീസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളാണ് എടുത്തത്. ഇത് കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുണ്ട്. ഇത് അച്ഛൻ നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ലിങ്കോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എല്ലാ സ്ട്രോബെറീസും അത്ര ഫ്രഷ് ആയിട്ടല്ല ഇരിക്കുന്നത്. ചിലതിനൊരു ചതവും ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കി നോക്കി ഓരോന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ജേർണൽ ചെയ്യണം. ജേർണൽ ഈ ഒരു ടേബിളിൽ നിന്ന് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഡെസ്കിൽ നിന്ന് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. സൈഡ് ടേബിളിനെക്കാട്ടും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഡെസ്കിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന്. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ ബോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജേർണലിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പേഴ്സ്, ജേർണൽ, പിന്നെ കുറച്ച് വാഷി ടേപ്പ് കയ്യിലുണ്ട്. അതിൽ ഈ 3 വാഷി ടേപ്പാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഒരു സ്ട്രോബെറി തീം വരുന്ന ആ ഒരു 3 വാഷി ടേപ്പും കൂടെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നമ്മുടെ ഫെബ്രുവരിയിലെ ജേർണൽ സ്പ്രെഡിലും ഈ ഒരു സ്ട്രോബെറീൻ്റെ തീമൊക്കെയാണ് വരുന്നത്. ഞാനന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രോബെറി ടച്ചൊക്കെ കൊടുക്കാമെന്ന്. അപ്പം ഫെബ്രുവരിയിൽ തന്നെ ഉള്ള 2ാമത്തെ പേജിൽ നമുക്ക് സ്ട്രോബെറി തന്നെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്തൊക്കെ വേണം, ഏതൊക്കെ പിക്ചേഴ്സ് എടുക്കണം, ഏതൊക്കെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ കട്ട് ചെയ്തെടുക്കണം ജേർണലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ നോക്കി അതൊക്കെയാണ് ചെയ്യാൻ നോക്കുന്നത്. ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്കറിയാലോ, ഈ ഒരു റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയോ കാലം മുന്നേ എന്നോട് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഞാനൊരു റൂം ടൂർ അപ്ലോഡ് ചെയ്തത്. അതുപോലെ ഈ റൂം ടൂറിനെക്കാട്ടും കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യേണ്ട സംഭവമാണ് ഹോം ടൂർ. അതുമല്ല, ഈ ഹോം ടൂർ ചെയ്യാൻ അത്ര എളുപ്പമല്ല. എനിക്ക് അറിയേയില്ല എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നൊന്നും. അതുകൊണ്ട് തന്നെ ഹോം ടൂറിൻ്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം, പക്ഷെ എന്നാലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല.
എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാലോ. ഞാൻ ജേർണലിൽ ഒട്ടിക്കാൻ ഏകദേശം നോക്കി ഏത് പിക്ചർ എടുക്കണം എന്നൊക്കെ ഒന്ന് നോക്കി കട്ട് ചെയ്യാണ്. ഇനി ആസ് യൂഷ്വൽ കുറച്ച് മാഗസിൻ ലെറ്റേഴ്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ട്രോബെറീസ് എന്നുള്ള വേർഡിലെ ആൽഫബറ്റ്സ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സിനൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സെലക്ട് ചെയ്ത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിനെ ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്, അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ സ്ട്രോബെറീൻ്റെ ആ ഒരു ഫെബ്രുവരി സ്പ്രെഡ് ചെയ്തപ്പോൾ എന്നോട് ആരോ പറഞ്ഞു കുറച്ചുകൂടെ പുറത്തേക്ക് ഒരു വൈറ്റ് കളർ കുറച്ച് കൊടുത്തിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു, അങ്ങനെ കട്ട് ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വതവേ ഞാനങ്ങനെ കട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ സമയമില്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യുക. പക്ഷേ ഇത് അവർ കുറച്ചുകൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇഷ്ടം, കാരണം ഇത് കുറച്ചുകൂടി ഒരു സ്റ്റിക്കർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഈ പ്രാവശ്യം. അപ്പം എനിക്കങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഇത് മടങ്ങുമോ, ഈ 2 പേപ്പറിലാക്കി ഒട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കുറച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊട്ടിച്ചപ്പോൾ തന്നെ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആൽഫബറ്റ്സും കൂടെ 2 പേപ്പറിലുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ഇനിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ വരുന്നത്. ഇനിയിപ്പം ഞാൻ എങ്ങനെ ഇത് കൊളാക്കുക, ഇനിയിപ്പോൾ ഇത്രയായിട്ട് കൊളായി പോവോ, ആ ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത പിക്ചേഴ്സൊക്കെ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചിലത് ഒട്ടിച്ച സ്ഥലത്തുനിന്ന് ഞാൻ മാറ്റിയിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഒട്ടിച്ച ആ ബാസ്ക്കറ്റിൽ സ്ട്രോബെറീസ് ഉള്ള പിക്ചർ ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ഒട്ടിക്കുന്നുണ്ട്. ഇത്ര കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് പേപ്പറിൽ കുഞ്ഞ് നോട്ട് എഴുതിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. ബ്ലാങ്കായിട്ട് കുറച്ചുകൂടെ സ്പേസ് കണ്ടപ്പം വേറെ 2 പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറീസൊക്കെ വരുന്ന സ്പ്രെഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ചെയ്തതാണോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓരോരോ പേജ് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ പേജൊക്കെ എന്തായത്, ഇതൊക്കെ മതിയോ എന്നൊക്കെ തോന്നിപ്പോയി ഇന്നത്തെ കണ്ടപ്പോൾ. ഇനി വേണ്ടാത്ത ടേബിളിലെ സംഭവങ്ങളൊക്കെ എടുത്തു മാറ്റി വൃത്തിയാക്കുകയാണ്.
ഞാനാണെങ്കിൽ ഇത് കുറേ സമയം നോക്കി നിന്നു. എന്നിട്ട് ബുക്ക് അടയ്ക്കുക, ബുക്ക് തുറന്നിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ നോക്കുക. ലാസ്റ്റ് ഞാൻ അവിടെ എടുത്ത് വെച്ചു ജേണൽ. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ക്ലേ വെച്ചിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഒരു സ്ട്രോബെറി ഉണ്ടാക്കുന്ന കണ്ടിട്ട്, ഒരു സ്ട്രോബെറി വേസ്, അതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മേലെയുള്ള ഭാഗം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം കയ്യിലേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ നല്ലോണം കുഴച്ച് പരത്തി ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സംഭവം ഉണ്ടല്ലോ അത് കവർ ചെയ്തെടുക്കണം. അത് ഞാൻ ആദ്യം ചെയ്ത് നോക്കി, ശരിയായില്ല. ഇനി രണ്ടാമത് ഒന്നുകൂടെ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, കാരണം അതിൻ്റെ കുഴപ്പരിവം അത്ര ശരിയായിട്ടില്ലായിരുന്നു. എന്നാലും ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇത് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ആക്കി വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോവാം. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ ഒരു സംഭവം കവർ ചെയ്യുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രോബെറീസിന് കുറച്ച് ഇംപ്രഷൻസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെയൊരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഇനി ഇതാ നമ്മൾ നേരത്തെ സ്ട്രോബെറീസ് സോക്ക് ചെയ്ത് വെച്ചല്ലോ, അതിനൊന്നുകൂടെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കണം. കട്ട് ചെയ്ത സ്ട്രോബെറീസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ബൗൾ തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് സ്ട്രോബെറീസൊക്കെ ആ ബൗളിൽ നിന്ന് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി കട്ട് ചെയ്തിട്ട് ആ ബൗളിലേക്ക് മാറ്റണം. ഈ സ്ട്രോബെറീസ് കട്ട് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ട്രോബെറീസൊക്കെ വന്നപ്പോഴേക്കും നമ്മളെ ബൗളിലുള്ള ഡ്രാഗൺ ഫ്ലൈനെ കാണുന്നില്ല. അപ്പം ഞാനൊന്ന് നോക്കി, ഇങ്ങനെയൊക്കെ നോക്കി. നേരത്തെ ക്ലേ വെച്ച് ചെയ്ത സംഭവം ദാ ഇങ്ങനെയാണുള്ളത്. ഇനി ഡ്രൈ ആയിട്ട് കളർ ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറീസ് ഞാൻ അകത്തേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ജേർണൽ അവിടെ വെക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ചെയ്ത വർക്ക്. എനിക്ക് ഇനിയും ചെയ്യാനൊക്കെ തോന്നി ഈ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ. ഇനിയും പേജസൊക്കെ ഫില്ല് ചെയ്ത് ഒരു ഫ്ലിപ്പ് ത്രൂ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി. അപ്പം നമ്മൾ ഇന്ന് ചെയ്തത് സ്ട്രോബെറീസ് ബേസ് വെച്ചിട്ടുള്ള ജേർണൽ ചെയ്തു, സ്ട്രോബെറീസ് കട്ട് ചെയ്തു, പിന്നെ ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടാക്കി. ആ ക്ലേ വെച്ചിട്ടുള്ള സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഡ്രൈ ആവാണ്ട് നമുക്ക് കളർ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. ഇതൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ട്രോബെറി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, കൂടെ ക്രാക്കും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാക്ക് ഉണ്ടാവുമെന്ന്. എനിക്കറിയായിരുന്നു ക്രാക്ക് വരുന്നു, കാരണം ഞാൻ അത്ര നല്ലോണം കുഴച്ചൊന്നുമില്ല. ഇതിലേക്ക് ഒട്ടിക്കുമ്പം ശരിയാവുമോ എന്ന് എനിക്ക് ഡൗട്ടും ഉണ്ടായിരുന്നു. എന്തായാലും പെയിൻറ്റ് ചെയ്തെടുക്കാം, പെയിൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി കുഴപ്പമില്ലാണ്ട് തോന്നും. അങ്ങനെയൊക്കെ വിചാരിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നത്. ക്രാക്കൊക്കെ കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇഷ്ടമായിട്ടുണ്ട്.
ഇത് പണ്ട് ഇങ്ങനൊരു ബോൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ ആ ഒരു ഇംപ്രഷനിലായിട്ട് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല, റെഡ് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അടുത്ത് കണ്ട ഹൈലൈറ്റേഴ്സ് വെറുതെ ഒന്ന് വെച്ച് നോക്കി. ഇതിലേക്ക് മണി പ്ലാന്റിൻ്റെ സംഭവം വെച്ചാൽ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. ഒരു സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ്. ബൈ.